മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് പ്രപഞ്ചത്തിൻ്റെ അതിരുകളിലേക്ക് യാത്ര ചെയ്യുക എന്നത്. എന്നാൽ പക്ഷേ അതിനു മുന്നിൽ ഒരു വലിയ തടസ്സവുമുണ്ട്: പ്രകാശത്തിൻ്റെ വേഗതയെ മറികടക്കുക എന്നത്. ഒരു സെക്കൻഡിൽ ഏകദേശം 3,00,000 കിലോമീറ്റർ എന്ന ഈ വേഗത നമുക്ക് എങ്ങനെ മറികടക്കുവാനായി സാധിക്കും? ഈ പരിധി ഭേദിക്കുവാൻ കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തങ്ങൾ നമ്മൾ എങ്ങനെ മറികടക്കും? ആ സാഹസികമായ സാധ്യതയെക്കുറിച്ച് നമുക്കൊന്ന് അടുത്തറിയാം. ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന നിയമങ്ങളിൽ ഒന്ന് പറയുന്നത് പിണ്ഡമുള്ള ഒരു വസ്തുവിനും പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുവാനായി സാധിക്കുക ഇല്ല എന്നതാണ്. ഇതിന് കാരണം ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ആപേക്ഷിക സിദ്ധാന്തം വഴി നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു വസ്തു പ്രകാശ വേഗതയോട് അടുക്കുന്ന സമയം അതിൻ്റെ പിണ്ഡം വർദ്ധിക്കുവാനായി ആരംഭിക്കുന്നു. പ്രകാശ വേഗതയിൽ എത്തണമെങ്കിൽ ആ വസ്തുവിൻ്റെ പിണ്ഡം അനന്തമായി വർദ്ധിക്കേണ്ടതായുണ്ട്. ഈ അനന്തമായ പിണ്ഡത്തെ ത്വരിതപ്പെടുത്തുവാനായി അനന്തമായ ഊർജം ആവശ്യമാണ്. ഇത് പ്രായോഗികമായി അസാധ്യവുമാണ്. അപ്പോൾ നമ്മൾ ഈ നിയമം ഏതെങ്കിലും വിധത്തിൽ മറികടന്നു എന്ന് സങ്കല്പിക്കുക. പ്രകാശ വേഗതയിൽ നമ്മൾ യാത്ര ചെയ്യുവാൻ തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കുക സമയത്തിലായിരിക്കും. ഇത് ടൈം ഡയലേഷൻ അഥവാ സമയവികാസം എന്ന പേരിൽ അറിയപ്പെടുന്നു. നിങ്ങൾ പേടകത്തിൽ അതിവേഗം സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ സമയം വളരെ സാവധാനമായിരിക്കും മുൻപോട്ട് നീങ്ങുക. എന്നാൽ ഭൂമിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് സമയം സാധാരണ പോലെയാകും മുന്നോട്ട് സഞ്ചരിക്കുന്നതും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു വർഷം പ്രകാശ വേഗതയിൽ യാത്ര ചെയ്ത് തിരിച്ചെത്തുമ്പോൾ ഭൂമിയിൽ 1 നൂറ്റാണ്ടോളം കഴിഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ പ്രകാശ വേഗതയിൽ യാത്ര ചെയ്യുന്നവർക്ക് ഒരു തരത്തിൽ ഭാവിയിലേക്കുള്ള സഞ്ചാരം കൂടിയാണത്. പ്രകാശ വേഗതയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ വളരെ ഞെട്ടിക്കുന്നതായിരിക്കും. നമ്മൾ സ്പീഡിൽ പോകുന്നതിന് സമാനവുമാകാം. മുന്നോട്ടുള്ള നമ്മുടെ അതിവേഗ യാത്ര കാരണം ദൂരെയുള്ള നക്ഷത്രങ്ങളിൽ നിന്നും ഗാലക്സികളിൽ നിന്നുമുള്ള പ്രകാശം നീല നിറത്തിലേക്ക് ബ്ലൂ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അതായത് നമ്മൾ ലക്ഷ്യമാക്കുന്ന പ്രകാശ സ്രോതസ്സുകൾ കൂടുതൽ നീല നിറത്തിൽ കാണപ്പെടും. എന്നാലാകട്ടെ വശങ്ങളിലുള്ള നക്ഷത്രങ്ങൾ പ്രകാശം നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴേക്കും അത് ചുവപ്പ് നിറമായി മാറുകയും ചെയ്യും. ഒടുവിൽ പ്രകാശ വേഗതയോട് അടുക്കുമ്പോൾ നക്ഷത്രങ്ങൾ നീണ്ട വരകളായി മാറുകയും പ്രപഞ്ചമൊരു നീളമുള്ള പ്രകാശ തുരങ്കമായി കാണപ്പെടുകയും ചെയ്യാം. ഒരു പക്ഷേ പ്രകാശ വേഗതയിൽ യാത്ര ചെയ്യുവാൻ സാധിച്ചാലും പ്രായോഗികമായ വലിയ തടസ്സങ്ങളും നമ്മളെ തേടി എത്തിയേക്കാം. ബഹിരാകാശം പൂർണ്ണമായും ശൂന്യമല്ല. അവിടെ ഹൈഡ്രജൻ ആറ്റങ്ങൾ പോലുള്ള വളരെ നേരിയ കണികകളുണ്ട്. പ്രകാശ വേഗതയിൽ ഈ കണികകളുമായി കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം ഒരു അണുബോംബിൻ്റെ സ്ഫോടനത്തിന് തുല്യമായിരിക്കാം. പേടകം ക്ഷണനേരം കൊണ്ട് ഇല്ലാതെ നശിച്ച് പോകുകയും ചെയ്യാം. അതുകൊണ്ട് പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുവാൻ ശാസ്ത്രജ്ഞർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സിദ്ധാന്തമാണ് വാർപ്പ് ഡ്രൈവ്. ഇത് സ്ഥലകാലത്തെ ചുരുക്കി ദൂരം കുറയ്ക്കുവാൻ ശ്രമിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ഇതിന് പ്രകാശ വേഗതയേക്കാൾ കൂടുതൽ കൈവരിക്കുവാനായി ഭാവിയിൽ സാധിക്കുകയും ചെയ്യാം. പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുവാൻ സാധിച്ചാലും നമുക്ക് സമയത്തിൻ്റെ അതിരുകൾ ഭേദിക്കുവാൻ കഴിഞ്ഞാലും പ്രായോഗികമായ അനേകം വെല്ലുവിളികൾ നമ്മളെ തേടി എത്തിയേക്കാം. ഐൻസ്റ്റൈൻ്റെ നിയമങ്ങളും ഈ സ്വപ്നത്തിനു മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുകയും ചെയ്യും. ഈ വേഗത മറികടക്കുവാനുള്ള നമ്മുടെ അന്വേഷണമാണ് ബഹിരാകാശ പരിവേഷണത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയും. അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപായി
നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകാനായി സാധിക്കുകയുള്ളൂ. പറ്റുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.